രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാവേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ 8 കോയിൻസ് ഉണ്ട്. അതിന് 256 ടൈംസ് നമ്മൾ ടോസ് ചെയ്യണം. അപ്പോൾ ഹെഡ് കിട്ടാതിരിക്കാനുള്ള ചാൻസ് എന്തോന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ പ്രോബബിലിറ്റി ഓഫ് നോ ഹെഡ് എന്നും പറഞ്ഞ് എഴുതണം. എന്ന് വെച്ചാൽ ഹെഡ് കിട്ടാതിരിക്കുക. ഹെഡ് കിട്ടാതിരിക്കുക എന്ന് വെച്ചാൽ ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി. നമുക്കിപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോഴത്തേക്ക് ഹെഡ് കിട്ടാതിരിക്കുക, അതായത് ടെയിൽ കിട്ടാനുള്ളതെന്ന് വെച്ചാൽ എന്തുവാ 1/2 ആയിരിക്കത്തില്ല. കാര്യം അതിന് ഹെഡും ടെയിലും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ടെയിൽ കിട്ടാൻ 1/2 ആയിരിക്കും. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. പിന്നെ 8 കോയിൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റേസ് ടു 8 എഴുതും. അപ്പോൾ 8 കോയിൻസും ഒരു തവണ നമുക്ക് ടോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്തുവാ ഹെഡ് കിട്ടാതിരിക്കാനുള്ള പ്രോബബിലിറ്റിയാണ് 1/256. ഇനി ആ എക്സ്പെരിമെൻറ്റ് നമ്മൾ 256 ടൈംസ് ചെയ്യുകയാണെങ്കിൽ ഉള്ള കാര്യമാണ് ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇ എന്ന് പറയുന്നത് എന്തുവാ എക്സ്പെക്റ്റഡ് നമ്പർ ഈക്വൽ ടു 256 ഇൻറ്റു ഹെഡ് കിട്ടാതിരിക്കാനുള്ള പ്രോബിലിറ്റി. അത് സാധനം ഇതാ 1/256 എടുത്ത് എഴുതുക ഈക്വൽ ടു 1 എന്നും പറഞ്ഞു കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാവേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ അതിൽ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ മീൻ എന്ന് പറയുന്ന 40,000 കിലോമീറ്റർ തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ 20,000 കിലോമീറ്റർ എങ്കിലും അതിൽ ഒരു ടയറെങ്കിലും ലാസ്റ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ക്വസ്റ്റ്യനിൽ മീൻ നമുക്ക് 40,000 തന്നിട്ടുണ്ട്. അതിൽ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ലാംഡ ഈക്വൽ ടു 1/ന്യൂ ഈക്വൽ ടു 1/40,000 എഴുതാം. നമ്മുടെ ഫോർമുല എന്ന് വെച്ചാൽ ഇതാണ്. ഇതിൽ എക്സ് എന്ന് പറയുന്ന സാധനമാണ് എന്താ 20,000. ഓക്കെ, അറ്റ്ലീസ്റ്റ് പറഞ്ഞില്ലായിരുന്നോ, അതാണ് 20,000, ഐ മീൻ എക്സ്. അതിന് ഇനിയിപ്പോൾ ഇ മൈനസ് ലാംഡ എക്സ് എന്ന് പറഞ്ഞ് എഴുതണം. അതിനെങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ ലാംഡ എന്തോ 1/ന്യൂ, അതിൽ അതിൻ്റെ കൂടെ എക്സ് എന്തോ 20,000 ഇൻറ്റു ചെയ്യണം. അപ്പോൾ 20,000 ഇൻറ്റു 1/λ എന്ന് പറയുന്നത് -20,000/40,000. ഓക്കെ, എന്നിട്ട് അതിൽ അത് പ്രൂവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്തുവാ വാല്യൂ 0. കാൽക്കുലേറ്റർ അടിച്ചു കൊടുത്താൽ മതി, വാല്യൂ കിട്ടുമേ. എന്നിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ, ആൻസർ ഇത്രയേ ഉള്ളൂ. അതിനങ്ങ് എടുത്ത് എഴുതിയാൽ മതി. ഇതാണ് എന്താ ടയർ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോബിലിറ്റി. അതിന് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ആക്കിയിട്ട് എഴുതാൻ പറ്റും, 60.65%. ഓക്കെ.